പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ളതേ എന്റെ അമ്മയോടാ. ഓ, അപ്പൊ ഞാൻ നിന്റെ അമ്മയാണെന്നുള്ള കാര്യം നീ ഓർക്കുന്നുണ്ടല്ലോ, അത് നന്നായി. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറയാം. ആദ്യം ഞാൻ ഈ ഫയൽ ഒന്ന് അലമാരയിൽ വെക്കട്ടെ. ഇത് വളരെ ഗൗരവമുള്ള ഒരു ഗവൺമെന്റ് ഫയലാ. എന്തിനാ രാജമോൻ നമ്മളെ എല്ലാരെയും വിളിച്ചത്? ഇവിടുത്തെ എന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചത്, അല്ലാതെ നിങ്ങളെ അല്ല. ഭാര്യ വീട്ടില് പരമസുഖം എന്ന് വിചാരിച്ചാ മതി. കുടുംബാംഗം ഒന്നൊന്നും പറഞ്ഞണ്ട. അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അമ്മയും അച്ഛനെയും ധിക്കരിച്ച് വളർന്ന മകനല്ല. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ നീ അമ്മ പറഞ്ഞതെല്ലാം കേട്ട് ഇതുവരെ ജീവിച്ചത്. അമ്മേ, ഒരേ ഒരു കാര്യം തന്നെയാ ഇവിടെ കുറെ ദിവസങ്ങളായി വീണ്ടും വീണ്ടും പറയുന്നത്. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവണം. അതിനാ ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തിയത്. അമ്മയ്ക്കും അച്ഛനും നേരത്തെ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെണ്ണിനെ തന്നെയാ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അന്ന് ഞാൻ മാഡത്തെ തിരിച്ചു കൊണ്ടുവിടാൻ ഒരുങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അമ്മയാ. ആ, ഓരോരുത്തർക്കും ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളല്ലേ. സമ്മതിച്ചു. എന്തായാലും ഋതിക മാഡത്തോടുള്ള അമ്മയുടെ പെരുമാറ്റം ഇങ്ങനെ തന്നെ തുടരുന്ന അമ്മ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ തോറ്റുപോയൊരു മനുഷ്യനല്ലടാ മോനെ. മരണം വരെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നവളും ഇപ്പൊ എന്റെ ശത്രുവല്ലേ. ഈ വീട് നോക്കുന്നതും ഇവിടുത്തെ ചെലവുകൾ നടത്തുന്നതും ഇപ്പൊ നീയാ. ആ, എനിക്കിപ്പോ വലിയ റോളൊന്നുമില്ല. അച്ഛാ, അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ നാഥനും ഇപ്പൊ നീയാ. നീ ഒരു തീരുമാനം എടുക്ക്, അതെല്ലാരും അനുസരിക്കും. അനുസരിച്ചേ പറ്റൂ. ആരെയും വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും ഒരു തീരുമാനം എടുക്കാൻ ഞാൻ തയ്യാറല്ല. പ്രത്യേകിച്ചും എന്റെ അമ്മയെ. എന്റെ ലോകത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ട്, ഉണ്ടാവണം. ഇപ്പൊ ആ ലോകത്തേക്ക് ഋതിക മേഡവും വന്നു. ഇത്രയേറെ പൊരുത്തക്കേടുകൾ ഉണ്ടാവുമെന്ന് കരുതിയല്ല ഞാൻ ഋതിക മേഡത്തെ കൂട്ടിക്കൊണ്ടു വന്ന. പക്ഷെ ഞാൻ കരുതിയതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. മാഡത്തിന് ഇതൊന്നും ശീലമില്ല. ഇത്തരം വഴക്കുകളും പിണക്കങ്ങളും ഒന്നും നേരിട്ടല്ല മാഡം വളർന്നത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ മാഡത്തെ ഒരു വനിതാ ഹോസ്റ്റലിലേക്ക് മാറ്റുക. ഓ, എനിക്ക് വേണ്ടി നീ നിന്റെ മേഡത്തിനെ ഹോസ്റ്റലിലേക്കൊന്നും മാറ്റണ്ട. അതിന്റെ കുറ്റം കൂടെ നീ എന്റെ തലയിലേക്ക് കെട്ടിവെക്കൊന്നും വേണ്ട. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അമ്മേ, അകലേ നോവിനാ